Friends, welcome to the channel. 𝙤𝙤𝙧𝙖𝙢 എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നിങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത് BSNL FTTH കുറിച്ചാണ്. അപ്പോൾ റീസെൻ്റ്ലി കുറേ പേരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ സ്പീഡ് ഭയങ്കര കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് 1 Mbps അതുപോലെ 2 Mbps ഒക്കെ സ്പീഡ് കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു 60 Mbps പ്ലാനിലൊക്കെ. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു സ്പീഡ് കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു സ്പീഡ് കുറവ്. പക്ഷേ ഇത്രയ്ക്ക് കുറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു 10 Mbps സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നോർമലി എനിക്കൊരു 60-65 ആയപ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് വരുന്നത് ഇപ്പോൾ മെയിൻലി ഇപ്പോൾ BSNL ഇപ്പോൾ പ്രശ്നം വരുന്നത് ഒരു എന്താ പറയുക, റെഗുലറായിട്ട് നമുക്ക് സ്പീഡ് കിട്ടുന്നില്ല. റെഗുലർ എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു സ്പീഡ് കിട്ടുന്നില്ല. ഇപ്പോൾ നല്ല വേരിങ് വരുന്നുണ്ട്. ഇപ്പോൾ പീക്ക് ടൈമൊക്കെ സമയത്താകുമ്പോൾ ഒരു 20 to 30 ആ റേഞ്ചിൽ കിട്ടുന്നത്. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ 10 ആ സ്ഥലത്തേക്ക് കിട്ടാറ്. അപ്പോൾ ഞാനെന്താ ചെയ്തെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തത് നമ്മുടെ ഈ മോഡത്തിലേക്ക് വരുന്ന വയറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം സ്പീഡ് കിട്ടി. 65 ആ റേഞ്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ പൊടി കയറി ചിലപ്പോൾ നെറ്റ് ലോസ് എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും ലൂസോ എന്തെങ്കിലുമൊക്കെ ആയിട്ടാകുമ്പോൾ ചിലപ്പോൾ സാധ്യത ഉണ്ടാവുക. അല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഞാൻ ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അവരോടെയും കംപ്ലയിൻ്റ് ഇല്ല, BSNL കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം മെയിൻലി എനിക്ക് ഇഷ്യൂ വന്നത് ഇതുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുകൊണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഞാനത് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി റീസെറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ അതുപോലെ നമ്മുടെ മോഡം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്പീഡ് കിട്ടി തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഇതിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ കാലത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 65 ആ റേഞ്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് പുതിയ ചാനൽ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കണമെന്ന് മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതൊന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയാലോ. ഇതാണ് എൻ്റെ മോഡം. ഇപ്പം മിക്ക എല്ലാവർക്കും നമ്മുടെ നെറ്റ്ലിങ്കിൻ്റെ മോഡം തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് BSNL കൂടെ അല്ലെങ്കിൽ സൈറോടെക്കിൻ്റെ ആയിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് കാണിക്കാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഈ മെയിൻ ഈ വയറുണ്ടല്ലോ, ഇത് നമുക്ക് ഊരിയിട്ട് ശരിക്കും ഇത് ഞാൻ പൂരാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ പൂരി കാണിക്കായിരുന്നു. ഇപ്പോൾ ചെമ്പ് ശരിക്കും ഇതൊരു ഹോള് പോലത്തെ ഒരു സംഭവം കയറാനാണ്. അപ്പോൾ അതിനുള്ളിൽ പൊടി കയറിയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ച് തന്നു. അപ്പോൾ നല്ല പൊടി വരുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. പിന്നെ നമുക്ക് ഒന്നുകൂടി നോക്കാനുള്ളത് പിന്നെ അതിൻ്റെ ഈ ബോക്സിലാണ്. അത് ഇവിടെ നമ്മുടെ ജംഗ്ഷനിലും പൊടിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ഇഷ്യൂ വരും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡലിൽ കയറിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ മോസ്റ്റ്ലിയൊക്കെ ശരിയാവും. ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്പീഡ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. കയറുണ്ട്. ഞാൻ അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ അടുത്ത സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് കിട്ടുന്നത് 67 കിട്ടുന്നത് ഡൗൺലോഡ് സ്പീഡ്. അതുപോലെ അപ്ലോഡ് തന്നെ 66 ആണ് കിട്ടുന്നത്. ടൈം കാണാൻ നിങ്ങൾക്ക് 27-ാം തീയതി ഇന്നലെ എടുത്താണ് 10 മണിക്ക്. അതുപോലെ ഞാൻ ഇപ്പോഴും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ട മുമ്പ് അതിപ്പോൾ ഗൂഗിളിൽ കിട്ടിക്കുന്നതാണ് 70-യും അതുപോലെ 60-യും. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി നമ്മുടെ 𝙤𝙤 ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്പീഡ് ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് റീസെറ്റ് ചെയ്താലോ അത് നമ്മുടെ ആ വയേഴ്സുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താലോ കഴിഞ്ഞാൽ സംഭവം ചിലപ്പോൾ സോൾവ് ആവും. അപ്പോൾ എൻ്റെ സോൾവ് ആയി. അപ്പോൾ നിങ്ങളുടെയും സോൾവ് ആവാൻ ചാൻസുകളുണ്ട്. അപ്പോൾ സർവീസിൻ്റെ നമ്മുടെ BSNL ഭാഗത്തുള്ള എന്തോ കംപ്ലയിൻറ്റുകളൊന്നും ഇല്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സംഭവം ഒന്ന് നോക്കി ചെയ്ത് നോക്കുക. അപ്പോൾ മോസ്റ്റ്ലി ഒക്കെ ഇഷ്യൂ സോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. അതായതിലും 50 Mbps ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ അവിടെ ഊക്കളാടെ തുറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വേരിയേഷൻ വരുന്നത്. സ്പീഡ് ടെസ്റ്റിൻ്റെ ആപ്പിന് എന്തോ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ അത് ഫുൾ ലോഡാവുന്നില്ല. ബാക്കിയൊക്കെ ലോഡാവുന്നുണ്ട്. ഇപ്പോൾ 60 കണ്ടു, 60 ആപ്പ് വരുന്നുണ്ട്. നമ്മുടെ fast.comലും അതേ സ്പീഡിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ എനിക്കുണ്ടാകുന്ന സ്പീഡ് ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയും മോസ്റ്റ്ലി ചിലപ്പോൾ ഈ ഇഷ്യൂ തന്നെ ആയിരിക്കും. നിങ്ങൾ നമ്മുടെ മോഡൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ മോഡത്തിൻ്റെ സെറ്റിങ്സ് ഉള്ളിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റീസെറ്റിംഗ് ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ അതും പോരാൻ തന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ വയേഴ്സുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ പൊടി കയറിയിട്ട് ചിലപ്പോൾ നെറ്റ് ലോസും ചിലപ്പോൾ വരാൻ സാധ്യതകളുണ്ടായിരിക്കും. അതേപോലെ അല്ലെങ്കിൽ വല്ല എന്താ പറയുക ലൂസ് കോൺടാക്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കുക. അപ്പം മോസ്റ്റ് ചിലപ്പോൾ ഇഷ്യൂ സോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സ്പീഡ് ഇഷ്യൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിനെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.